സ്വന്തമായിട്ട് തന്ന് ഈ സ്ഥലം വിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം വെഞ്ചിരിച്ച് ഇവിടുത്തെ ഇതുകൂട്ടിൻ്റെ വെഞ്ചിരിച്ച ഉപ്പ് കൊണ്ടുപോയി ഞാൻ ആ ഇടവഴി, രണ്ട് സ്ഥലത്തിനേക്കാൾ നടുക്കൊരു ഇടവഴിയാണ് റോഡ് തുടങ്ങുന്നത്. ആ ഇടവഴിയുടെ സൈഡിൽ കൂടെ വഴി തരാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ഇടവഴിയിൽ എന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് വിതറുമായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരിൽ ആരെങ്കിലും ഒരു സന്മനസ് കാണിച്ച് ഞങ്ങൾക്ക് ഈ വീട്ടിലോട്ട് വഴി തരണമെന്ന്. പക്ഷേ ഞങ്ങൾ വഴി തരുമെന്ന് ഞങ്ങൾ ചിന്തിച്ച ആളിനോട് ഞങ്ങൾ ചോദിച്ചപ്പം ആദ്യമേ തന്നെ അദ്ദേഹം വിലക്കി, തരികയില്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഇടനിലക്കാരനെ വെച്ച് വീണ്ടും ഞങ്ങൾ ചോദിപ്പിച്ചപ്പം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞങ്ങൾക്ക് തരാതിരിക്കാനാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടിപ്പുറത്തെ അയൽവാസി സോമനസാൽ ഞങ്ങളോട് പറഞ്ഞു, ഇനി അദ്ദേഹത്തോട് വഴി ചോദിക്കാൻ പോകണ്ട, നിങ്ങൾക്ക് വഴി ഞാൻ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു വലിയ മുതലാളിയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പണിതിരിക്കുന്ന ഗേറ്റിൻ്റെ മതിൽ ഇടിച്ചു പൊളിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വഴി തരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ കിടക്കുന്ന ഒരു ഭൂമി ഇല്ല അവിടെ. അപ്പം ഞങ്ങൾ എങ്ങനെ തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ അറിയണ്ട, നിങ്ങൾക്ക് 11 അടി വീതിയിൽ നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വഴി തരാം.